എപ്പോഴും വളരെ രസകരമായി സംസാരിക്കുന്ന ഗായിക റിമി ടോമിയാണ് ആരാധകർ കണ്ടിട്ടുള്ളത്. എത്ര വലിയ പ്രഗത്ഭരെയും തമാശ പറഞ്ഞ് കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ റിമിയുടെ മനസ്സ് വിഷമിപ്പിച്ച ചില സംഭവങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുമുണ്ട്. സംഗീത സംവിധായകൻ ശരത്തുമായി ഒരു ഘട്ടത്തിൽ റിമിക്ക് വലിയ അകൽച്ചയുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് റിമി ടോമി തുറന്ന് സംസാരിക്കുകയാണ്. എന്നെ കളിയാക്കിയാൽ വിഷമമുണ്ടാക്കും. നമ്മളെ ഇഷ്ടമില്ലാതെ കളിയാക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആ വ്യക്തിയോട് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഇവർ നമ്മളോട് പൂർണ്ണമായും ഇഷ്ടത്തിലാണോ അതോ ആ വ്യക്തി നമ്മളെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണോ എന്ന് മനസ്സിലാകും. ഞാൻ 1 1 3 ഉൾപ്പെടെ പറയുന്ന തമാശകളെല്ലാവരും ആ ഒരു സെൻസിലാണ് എടുക്കുന്നത്. റിമി മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാനും അപമാനിക്കാനും പറഞ്ഞതല്ലെന്ന് ഇത്രയും നാൾ ഗസ്റ്റുകളിൽ ആരും പറഞ്ഞിട്ടില്ല. എന്നെ ഒളിഞ്ഞും പത്തും കളിയാക്കുന്നവരോട് പ്രതികരിക്കാൻ നിന്നാൽ നമ്മുടെ ജോലി നടക്കില്ല. താനും ശരത്തും തമ്മിൽ പിണക്കമുണ്ടായിരുന്നെന്ന് റിമി ടോമി തുറന്നു പറഞ്ഞു. പിണക്കമുണ്ടായെങ്കിലും പപ്പ മരിച്ച സമയത്ത് അദ്ദേഹം വന്ന് വിളിച്ചു. എനിക്ക് അദ്ദേഹത്തോട് ഒരു ദേഷ്യവുമില്ല. പി ജയചന്ദ്രൻ സാറും ശരത് സാറും എല്ലാമുള്ള ഒരു റിയാലിറ്റി ഷോ എന്നെ ആ ചാനലിൽ നിന്ന് വിളിച്ച് ഞാനും അതിൽ ജഡ്ജായിരുന്നു. അന്നാണ് എനിക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ട് തോന്നിയത്. 4 ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി പോരുകയായിരുന്നു. ശരത്തേട്ടൻ്റെയും എൻ്റെയും തമാശ രീതിയും ഒരുപോലെയാണോ? ഞാൻ അത്രയും ക്രൂരമായി പറയുമോ എന്ന് എനിക്ക് സംശയമാണ്. അത് പിള്ളേരുടെ അടുത്താണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ശരത്തേട്ടനോടൊപ്പം കൂടെയുള്ള ജഡ്ജസിൻ്റെയും പെരുമാറ്റം മോശമായിരുന്നെന്ന് റിമി പറയുന്നു. പി ജയചന്ദ്രൻ സാറെ ഒരിക്കലും ഞാൻ പറയില്ല. അദ്ദേഹം എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ജഡ്ജായിരുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നെന്നും റിമി ടോമി അന്ന് പറഞ്ഞു. ശരത്തേട്ടനെക്കുറിച്ച് ഞാൻ മോശമായി പറഞ്ഞതല്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് തീർത്തിട്ടുണ്ടെന്നും തനിക്ക് ഇങ്ങനെ മറ്റൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ അനുഭവമാണത്. ഇങ്ങനെ മറ്റൊരാളിൽ നിന്ന് പോലും എനിക്ക് ഇങ്ങനൊരു അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല. ഒരുപാട് വിഷമിച്ച ഒരു സമയമായിരുന്നു അത്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഇതുവരെ മറക്കാൻ സാധിച്ചിട്ടില്ല. കരിയറിൽ ഒരുപാട് വിവാദങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ഗായിക തന്നെയാണ് റിമി ടോമി. ഏറെക്കാലമായി അഭിമുഖങ്ങളിൽ പോലും റിമി ടോമി നൽകാറില്ല. മ്യൂസിക് ഷോകളും ടെലിവിഷൻ ഷോകളും എല്ലാമായി കരിയറിലെ തിരക്കുകളിലാണ് ഗായിക റിമി ടോമി ഇപ്പോൾ. നിരവധി റിയാലിറ്റി ഷോകളിലാണ് റിമി ടോമി ജഡ്ജായി എത്താറുള്ളത്. റിമിയുടെ സാന്നിധ്യം പല ഷോകളുടെയും TRPക്ക് ഇന്ന് ആവശ്യ ഘടകം തന്നെയാണ്. അത്രയും ജനസ്വീകാര്യത ഇന്ന് റിമി ടോമിക്കുണ്ട്. ഒരു ഗായിക എന്നതിനൊപ്പം ഒരു വേദിയെ കയ്യിലെടുക്കാൻ പറ്റുന്ന മികച്ച പെർഫോമർ തന്നെയാണ് റിമി ടോമി. റിമിയേക്കാൾ പ്രഗത്ഭരായ സീനിയർ ഗായകരെക്കാളും മാർക്കറ്റ് വാല്യൂ ഷോകളിൽ റിമിക്ക് ലഭിക്കാനും കാരണം ഇത് തന്നെയാണ്. താൻ ഒരുപാട് തമാശകളെല്ലാം പറയുന്ന വ്യക്തിയാണെന്നും പക്ഷേ അതൊരാളുടെയും മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ടല്ല. ഞാൻ അത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആരുടെയും മനസ്സ് ഞാൻ കാരണം വിഷമിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് സംസാരിച്ച് തീർക്കുകയും ചെയ്തു. എന്നാലും എൻ്റെ മനസ്സിൽ ഒരു കരടായി ആ വാക്കുകൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇങ്ങനെയാണ് റിമി ടോമിയുടെ വാക്കുകൾ.